ഹലോ എവരിവൺ, വെൽക്കം ടു സൈലം PSC. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലുള്ള മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മുടെ കേരള PSC നടത്തുന്ന 10th പ്രിലിംസ് എക്സാമിൻ്റെ സെക്കൻഡ് സ്റ്റേജ് നടക്കുകയാണ്. അറിയാലോ. അപ്പോൾ എന്തായാലും എക്സാം എഴുതി വരുന്ന നമ്മുടെ ഉദ്യോഗാർത്ഥികളോട് അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കിയാലോ? റെഡി? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. സ്റ്റേജ് വേണ്ടതിനെക്കാട്ടി കുറച്ചുകൂടി നല്ല എളുപ്പമായിരുന്നു അല്ലേ? അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തായിരുന്നു എക്സാമിനൊക്കെ വേണ്ടിയിട്ട്? പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. സൈലത്തിൽ ജോയിൻ ചെയ്തതുകൊണ്ട് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ്. അപ്പോൾ നമ്മൾ സൈലത്തിൻ്റെ തന്നെ സ്വന്തം ആളാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് കുറേ യൂസ്ഫുള്ളായി. ക്ലാസ്സസ് ഒക്കെ യൂസ്ഫുള്ളായോ? നമ്മളെ ക്ലാസ്സൊക്കെ അല്ലാതെ കാണുമായിരുന്നു, യൂട്യൂബിലുള്ള ക്ലാസ്സും ആപ്പ് ക്ലാസ്സും എല്ലാം കൃത്യമായിട്ട് കാണുമായിരുന്നു അല്ലേ? അപ്പോൾ എല്ലാ ഏരിയയും നന്നായി ചെയ്യാൻ പറ്റിയോ? അതേ പ്രയാസമാക്കി ഏതെങ്കിലും ഏരിയ? ഇല്ല, പൊതുവേ എളുപ്പമായിരുന്നു. ശരി. അപ്പോൾ എന്തായാലും നല്ല റിസൾട്ട് വരട്ടെ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. കുഴപ്പമില്ല, നല്ല സിമ്പിളായിട്ടാണ് തോന്നിയത്. ആണല്ലേ? സ്റ്റേജ് 1 നോക്കിയായിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ? അപ്പോൾ അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ നല്ല കുഴപ്പമില്ലായിരുന്നു? എനിക്ക് എളുപ്പമായിട്ട് തോന്നി. ആണല്ലേ? നന്നായിട്ട് പ്രിപ്പറേഷനൊക്കെ കുറേ ആയിട്ടോ തുടങ്ങിയിട്ട് കാര്യമായിട്ട് നോക്കുന്നില്ല? ഞാൻ സൈലത്തിന്റെ സ്റ്റുഡന്റ് ആണ്. ആണല്ലേ? അപ്പോൾ പിന്നെ ബാച്ച് ആയിരുന്നു ആദ്യത്തെ, അതിൽ സപ്ലിയിലാണ്. രണ്ടാമത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ സൈലത്തിന്റെ ക്ലാസ് ഒക്കെ ശരിക്കും ഈ ഒരു എക്സാമിനാണെങ്കിൽ യൂസ്ഫുൾ ആയിരുന്നു? യൂസ്ഫുൾ ആണ്. എല്ലാ സബ്ജക്റ്റും ഒരേപോലെ പറ്റി? പ്രയാസമുള്ള എല്ലാ സബ്ജക്റ്റാണ് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിച്ചത് ഇന്നത്തെ എക്സാമിൽ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, എല്ലാതും സിമ്പിളായിട്ടാണ് തോന്നിയത്. അപ്പോൾ എന്തായാലും നല്ലൊരു റിസൾട്ടൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അല്ലേ? പേരെന്തായിരുന്നു? അഞ്ജന. ഇയാളൊക്കെ? ശ്രുതി. പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു? നന്നായിട്ട് നോക്കിയായിരുന്നു എക്സാം ഒക്കെ? ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നു. പിന്നെ സൈലത്തിന്റെ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു അല്ലേ? അത് കണ്ടതിൽ കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നത്. അപ്പോൾ എന്തായാലും സൈലത്തിൻ്റെ ക്ലാസ് ആണെങ്കിലും യൂട്യൂബ് ചാനലൊക്കെ ആണെങ്കിലും കാണുമ്പോൾ അത് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻസും നോക്കിയോ? നമ്മളെ സ്റ്റേജ് 1ൻ്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പം പൊതുവേ സ്റ്റേജ് 2 ഇങ്ങനെയാണ് ഈസി ആയിട്ട് തോന്നിയോ? ക്വസ്റ്റ്യൻസ് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അത്ര ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ തോന്നിയില്ല. കുറച്ചുകൂടി എഴുതാൻ പറ്റി എന്നുള്ളതാണ് അല്ലേ? ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ താങ്ക് യു. അപ്പോൾ എന്തായാലും നല്ല റിസൾട്ടും ഒക്കെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ. പേരെന്തായിരുന്നു? അഖില. അശ്വതി. അപ്പോൾ എന്തായാലും ഇന്നത്തെ എക്സാം എഴുതി വരുന്ന ആൾക്കാരാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കുഴപ്പമില്ല. മാത്സ് കുറച്ച് നോക്കാൻ കഴിഞ്ഞില്ല, അതിൻ്റെ ഒരു സമയം കിട്ടാത്ത. അല്ലാതെ ടോട്ടലി കുഴപ്പമില്ല. ഈ സ്റ്റേജ് 1ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ജസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റേജ് 2 എങ്ങനെയാണ് എന്നൊരു ഐഡിയ ഉണ്ടോ? സിമ്പിൾ ആയിട്ടാണ് തോന്നിയത് അല്ലേ? ഓക്കെ. ചെറിയ സാറ് ക്ലാസ്സൊക്കെ എൽപിന്റെ ക്ലാസ് നടക്കുന്നതിനെ കൊണ്ട് ഇത് എഴുതുമ്പോൾ ഒരു സിമ്പിളായിട്ട് തോന്നി. അപ്പോൾ ചെറിയ സാറോടൊക്കെ പ്രത്യേകം പറഞ്ഞേക്കാം. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ ഈ പ്രിപ്പറേഷനൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നോ? സൈലത്തിന്റെ ക്ലാസ് ഒക്കെ കാണാറുണ്ടായിരുന്നു അല്ലേ? യൂസ്ഫുൾ ആയോ സൈലത്തിന്റെ ക്ലാസ്? സൈലന്റ് സ്റ്റുഡന്റ് അല്ല ആയിരുന്നു, ഒരു വർഷം മുന്നേ ആയിരുന്നു അല്ലേ? ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ ക്ലാസ്, അന്നത്തെ നോട്ട്, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് ഇപ്പോഴും പഠിക്കുന്നുണ്ട്. അതൊക്കെ യൂസ്ഫുൾ ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് രണ്ടാൾക്കും നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള റിസൾട്ടൊക്കെ വരട്ടെ, ലിസ്റ്റിലൊക്കെ വരട്ടെ എന്ന് എന്തായാലും പ്രാർത്ഥിക്കാം. ഓക്കെ. താങ്ക് യു. പേരെന്തായിരുന്നു? ശ്രീകുട്ടി. നിവേദ്യ. അഞ്ജന. സൈലത്തിൽ തന്നെ സ്റ്റുഡൻസ് ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നു. എളുപ്പമായിരുന്നു. എക്സാം എഴുതണം എന്നുള്ള ക്ലാസ്സിന് പോയതിനു ശേഷം ഫസ്റ്റ് എക്സാമാണ് ഞാൻ ഇപ്പോൾ എഴുതുന്നത്. അപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ എക്സാം എഴുതാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ക്ലാസ്സിൽ പഠിപ്പിച്ച് നമുക്ക് കുറേ മോസ്റ്റ് ഭാഗങ്ങളും വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസിൽ വളരെ ഈസി ആയിട്ടായിരുന്നു അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടായിരുന്നത്. അപ്പോൾ സൈലത്തിൻ്റെ ക്ലാസ് എന്തായാലും യൂസ്ഫുൾ ആയി അല്ലേ? ക്ലാസ് അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ. പിന്നെ അതേപോലെ ഈ പാർട്ട് 2 അല്ലേ ഇപ്പോൾ നടക്കുന്ന സ്റ്റേജ് 2 എക്സാം അല്ലേ? അപ്പോൾ സ്റ്റേജ് 1ൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് കമ്പയർ എന്താ പറയുക, ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സ്റ്റേജ് 1ലെ ഒരു ക്വസ്റ്റ്യൻ തിരിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ സൂരജ് സാറിന് ഒരു ജോഗ്രഫി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു 1 ഡേ മുമ്പ്. സാറ് പറഞ്ഞ സെയിം ടോപ്പിക്സ് ആണ് ജോഗ്രഫി ചോദിച്ചിട്ടുള്ളത്. നല്ല യൂസ്ഫുൾ ആയിരുന്നു അത് വീഡിയോ. സാറിനോട് പ്രത്യേകം പറയണം. പിന്നെ അല്ലാതെ ബാക്കി ഏതെങ്കിലും ഒരു ടോപ്പിക്ക് കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടിച്ചെന്ന് തോന്നുന്ന ഏതെങ്കിലും ഉണ്ടോ ഇന്നത്തെ എക്സാമിൽ? എളുപ്പമായിരുന്നു അല്ലേ? എല്ലാ ഭാഗത്തും കറക്റ്റായ ലെവലിൽ തന്നെയാണ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ മിസ്സിന്റെ ക്ലാസ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. മിസ്സിന്റെ ഓൺലൈൻ ക്ലാസ് ആണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പം അതിൻ്റെ അകത്ത് ആസിഡിന്റെ കാര്യങ്ങളൊക്കെ വൈറ്റമിൻസിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്യാൻസർ ചെയ്യാൻ പറ്റിയല്ലേ? അപ്പോൾ എന്തായാലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് ഇന്നത്തെ എക്സാം കഴിഞ്ഞപ്പം? സന്തോഷത്തിലാണുള്ളത് അല്ലേ? നന്നായിട്ട് പ്രിപ്പയർ ചെയ്തതിന് മാത്രം അതേപടി തന്നെ അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റിയല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും സൈലത്തിൻ്റെ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഓക്കെ. അപ്പോൾ എന്തായാലും നല്ല റിസൾട്ട് തന്നെ ആയിരിക്കട്ടെ. ഓക്കെ, നല്ല റിസൾട്ട് ആയിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു.